പാലക്കാടേക്ക് പോകുമ്പോൾ പാലക്കാട് വൻ MDMA വേട്ട. ഒരു യുവതി ഉൾപ്പെടെ 3 പേരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്ന് 1 കിലോയോളം വരുന്ന MDMA പിടികൂടിയെന്നതാണ് സൂചന. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പരിശോധന നടന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഒരു യുവതി ഉൾപ്പെടെയുള്ള സംഘമാണ്. ഇവർ സ്ഥിരമായി ലഹരി കടത്തുന്നവരാണ്. ബംഗളൂരുവിൽ നിന്നെത്തിച്ച ലഹരിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഒടുവിൽ ഇവർ പിടിയിലാവുകയാണ് ചെയ്തത്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇതെന്താണ് ഈ കേസിൽ സംഭവിച്ചത്? ഇവർ സ്ഥിരമായി ലഹരി കടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ എക്സൈസിന്റെ മറ്റും നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരു സംഘമാണോ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്? സജിത്ത്, സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ടയിൽ ഒന്നാണ് ഇത് പാലക്കാട് ഒലവക്കോട് നടന്നത്. 3 പേരെ പോലീസ് പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നഷീർ, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, ദക്ഷിണ കന്നഡ സ്വദേശി ഫാത്തിമ എന്നിവരാണ്. ഇതിൽ അസറുദ്ദീന്റെ ഭാര്യയാണ് ഫാത്തിമ എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ ഒരു വലിയ ലഹരി സംഘത്തിന്റെ കണ്ണിയിൽ ഉൾപ്പെട്ടവരാണ്. അതേ വെറും MDMA മാത്രമല്ല ഇവരിൽ നിന്നും പിടികൂടിയത്. MDMAക്ക് പുറമെ കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങി എല്ലാവിധ ലഹരി വസ്തുക്കൾ, സ്റ്റാമ്പ് അടക്കമുള്ള എല്ലാവിധ ലഹരി വസ്തുക്കളും ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നത് തന്നെ ഇവർ എത്രമാത്രം വലിയ ഒരു ലഹരി ശൃംഖലയുടെ ഭാഗമാണ് എന്ന് തെളിയിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോലീസ് പാലക്കാട് ലഹരി സംഘങ്ങളുടെ പിന്നാലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കഴിഞ്ഞ ദിവസം ഠാണാവിൽ വെച്ച് പിടികൂടിയിരുന്നു. ഈ പിടിക്കപ്പെട്ട ആൾ ലഹരി സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിവരം നൽകുന്ന ഒരാളാണ്, പണം കൈമാറുന്ന ആളാണ്. അങ്ങനെ ഇയാളെ പിടികൂടി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഓണത്തിന് മുമ്പായിട്ട് വലിയ ഒരു ലഹരി ഒരു സംഘം, അല്ലെങ്കിൽ വലിയൊരു ക്വാണ്ടിറ്റി അളവിൽ ലഹരിയുമായിട്ട് ഒരു സംഘം കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം ലഭിച്ചത്. തുടർന്ന് തമിഴ്നാട് കുനിമുത്തൂർ വെച്ച് തന്നെ ലഹരി സംഘത്തിന്റെ വാഹനം പോലീസ് കണ്ടെത്തി ഇവരെ പിന്തുടരുകയായിരുന്നു. പോലീസ് ഇവരെ പിന്തുടരുന്നതെന്ന് കണ്ട് ഇവർ അവരുടെ റൂട്ട് മാറ്റി ചിറ്റൂർ വഴിയും വേലന്താവളം വഴിയും കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ പോലീസിന്റെ സംഘം ഇവരെ പിന്തുടരുകയായിരുന്നു. തുടർന്ന് ഒലവക്കോട് വെച്ച് വാഹനം കുറുകെയിട്ടാണ്, അതായത് വളരെ സാഹസികമായിട്ടാണ് പോലീസ് ഈ സംഘത്തെ പിടികൂടിയത്. പുലർച്ചെ 2 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ വാഹനം കുറുകെയിട്ട് ഈ ലഹരി സംഘത്തെ പോലീസ് തടഞ്ഞു വെക്കുന്നു. തുടർന്ന് മണിക്കൂറുകൾ നീളുന്ന പരിശോധനയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പോലീസ് ഒരിക്കലും ഇവരുടെ കയ്യിൽ നിന്നും ആ ലഹരി വസ്തുക്കൾ കണ്ടെടുക്കില്ല എന്ന്. കാരണം അത്രമാത്രം സമർത്ഥമായിട്ടായിരുന്നു അവരത് ഒളിപ്പിച്ചിരുന്നത്. തുടർന്ന് 2 മണിക്ക് തുടങ്ങിയ പരിശോധന 3 മണിക്കൂറിലധികം സമയം നീണ്ടു നിന്നു. ഏറ്റവും അവസാനം കാറിന്റെ പെട്രോൾ ടാങ്കിന്റെ ഒരു വശത്ത് ഒരു രഹസ്യ അറയുണ്ടാക്കി അതിലായിരുന്നു ഇവർ ഈ ഒരു ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അത്രമാത്രം സമർത്ഥമായിട്ടാണ് ഇവർ ഈ ലഹരി കടത്താൻ ശ്രമിച്ചിരുന്നത്. പോലീസ് തടഞ്ഞ് പരിശോധിച്ചാലും വാഹനം പരിശോധിച്ചാലും ഇത് കണ്ടെത്താൻ സാധിക്കില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസിന്റെ വാഹനം മുഴുവനായിട്ടുള്ള പരിശോധന, അതായത് പെട്രോൾ ടാങ്കിന്റെ ഒരു വശത്ത് പ്രത്യേകമായി ഉണ്ടാക്കിയ ഒരു അറയിൽ ഒളിപ്പിച്ച ഈ ലഹരി വസ്തുക്കൾ അങ്ങനെ പോലീസ് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം, ഇത് കേരളത്തിലെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് തന്നെ വേണം കാണുവാൻ. 1 കോടിയിലേറെ ഈ ലഹരി വസ്തുക്കൾക്കുള്ള വിലയൊന്നും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. പോലീസ് പറയുന്നത് ഒരു മാർക്കറ്റിലെ ഊഹവിലയൊക്കെയാണ്. അപ്പോൾ 1 കോടിയിലധികം രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് കണ്ട് പോലീസ് പിടിച്ചെടുത്തതിനപ്പുറം സാധാരണഗതിയിൽ ഈ MDMAയുടെ ക്വാണ്ടിറ്റിയൊക്കെ വളരെ കുറച്ച് മതി. ആ സാഹചര്യത്തിലാണ് 3/4 കിലോയിലധികം MDMA എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ക്വാണ്ടിറ്റി MDMAയും ബ്രൗൺ ഷുഗറും ഹൈബ്രിഡ് കഞ്ചാവും സ്റ്റാമ്പും തുടങ്ങി ഒരുവിധം എല്ലാ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ, കൊക്കൈൻ അടക്കമുള്ളത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരെ ആ ഒരു ലഹരി ശൃംഖലയുടെ ഭാഗമാണ്, മൊത്തക്കച്ചവടക്കാരുടെ കൂട്ടത്തിലുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ അപ്പോൾ ജില്ലയ്ക്കും മറ്റു ജില്ലകളിലേക്കൊക്കെ കടത്തുന്ന ഒരു സംഘത്തിന്റെ ഭാഗമായിട്ടുള്ളവരായിരിക്കാം ഇവരുണ്ടാവുക എന്നാണ് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ലഹരി പരിശോധന, അതിന്റെ അളവെല്ലാം കൃത്യമായി പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടെ ഒരുപക്ഷെ പാലക്കാട് SP തന്നെ ഇക്കാര്യത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ഒരു വാർത്താ സമ്മേളനത്തിൽ എന്താണെങ്കിലും പോലീസിന്റെ ഭാഗത്തും ഇതിൽ ഒരു കുറെ കൂടി വ്യക്തമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാനാകും. എന്താണെങ്കിലും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അത് അളവിലും മൂല്യത്തിലുമൊക്കെ, അതേപോലെ ഈ ലഹരി വസ്തുക്കളുടെ വൈവിധ്യത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പാലക്കാട് നടന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ലഹരി വേട്ടയാണെന്ന് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനാകും. സജിത്ത്.
അനുമതി വളരെ വ്യക്തമാണത്. കാരണം സംസ്ഥാനത്ത് ഓണക്കാലമാണ്. ആഘോഷത്തിൻ്റെ മറവിൽ നിരവധി ലഹരി പാർട്ടികൾ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിശോധനയാവാം. അനുമതി, ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ പ്രതികളൊക്കെ പിടികൂടി നമ്മുടെ ക്യാമറകൾക്ക് മുന്നിലിരിക്കുമ്പോഴും അവർക്ക് ഒരു കൂസലുമില്ല. അതായത് സ്ഥിരമായി ലഹരി കടത്തുന്ന അല്ലെങ്കിൽ ഈ മേഖലയിൽ ഇടപെട്ട് നല്ല പരിചയമുള്ളവർ എന്ന് തന്നെ അവർക്ക് ദൃശ്യങ്ങൾ തന്നെ അത്തരമൊരു ഫീല് നമുക്ക് കിട്ടുന്നുമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇത് സംസ്ഥാനത്ത് തന്നെ വലിയ ഒരു റെയ്ഡ് ആവുമ്പോൾ ഈ ഓണം ഡ്രൈവ് എന്ന് പറയുന്നത് വളരെ വിപുലമായി തന്നെ എക്സൈസ് സംഘം, പോലീസ് എക്സൈസ് സ്ക്വാഡുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ അതിർത്തി കടന്നു വരുന്ന, പ്രത്യേകിച്ച് ബംഗളൂരു ആണല്ലോ കേരളത്തിലേക്ക് എത്തുന്ന ലഹരിയുടെ ഒരു പ്രധാന കേന്ദ്രമെന്ന് വിലയിരുത്തുന്നത്. അപ്പോൾ അത്തരം പരിശോധനകൾ ഇനിയും തുടരും, അങ്ങനെ കരുതണോ അല്ലേ? തീർച്ചയായും ഇതിൽ ഈ പിടിയിലായവരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നതേ ഉള്ളൂ. അതിൽ ആ മുഹമ്മദ് അസറുദ്ദീൻ എന്ന രണ്ടാമത്തെ പേരുകാരൻ വേങ്ങര സ്വദേശിയാണ്. അയാൾ മുൻപും MDMA കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ പരപ്പനങ്ങാടിയിൽ MDMA കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഇവരുടെ ക്രൈം ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇവർ ഈ ലഹരി കടത്ത് സംഘങ്ങളുമായിട്ട് മുൻപേ ബന്ധമുള്ളവരാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിൽ എവിടെ ലഹരി മരുന്ന് പിടികൂടിയായാലും ഈ പിടികൂടുന്ന സംഘത്തിലെ 2-3 പേരിൽ മാത്രം അന്വേഷണം ഒതുങ്ങുന്നൊരു കാര്യമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇതിൻ്റെ വേരുകൾ തേടി പോലീസ് പോകുമ്പോൾ അത് എപ്പോഴും ചെന്നെത്തുന്നത് ബാംഗ്ലൂരുവാണ്. ബംഗളൂരുവിൽ നിന്നാണ് ഈ ലഹരി വലിയ തോതിൽ തന്നെ കേരളത്തിലേക്ക് ഒഴുകുന്നത് എന്ന് പോലീസ് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന പാലക്കാട് വഴിയുള്ള ദേശീയപാത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണം ചെന്നെത്തുക ബാംഗ്ലൂരുവിലേക്കായിരിക്കും. ഒരുപക്ഷെ അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്കിലേക്ക് കടന്നു കയറാൻ സാധിച്ചാൽ കേരളത്തിലേക്ക് ലഹരി ഒഴുക്കുന്ന ഒരു സംഘത്തിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേരിൽ തന്നെ പോലീസിനെ പിടികൂടാൻ അല്ലെങ്കിൽ അത് കണ്ടെടുക്കാൻ കഴിയുമെന്ന് വേണം കരുതുവാൻ. പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും ഈ ലഹരി മാഫിയ സംഘത്തിൽപ്പെടുന്നവർ പിടികൂടുന്നവർക്ക് അവർക്ക് നൽകുന്ന നിർദ്ദേശം ഒരു നിശ്ചിത പോയിന്റ് മുതൽ മറ്റൊരു പോയിന്റ് വരെ എന്നുള്ളത് മാത്രമായിരിക്കാം. അതിന് മുൻപ് ആരാണ്, അതിന് ശേഷം ആരാണെന്ന് ഒരുപക്ഷെ അറിയില്ല. അങ്ങനെയൊക്കെ പല തരത്തിലാണ് ഇതിൻ്റെ കടത്ത് നടക്കുന്നത് സ്വാഭാവികമായിട്ടും. പക്ഷേ ഇത്രയും വലിയ ഒരു ക്വാണ്ടിറ്റിയിൽ, ഇത്രയും വലിയ അളവിൽ ലഹരി പിടികൂടുമ്പോൾ അതിൻ്റെ മൂലകാരണം അല്ലെങ്കിൽ കേന്ദ്രം എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് അന്വേഷണം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് SP-യുടെ വാർത്താ സമ്മേളനത്തിൽ പക്ഷേ ഇക്കാര്യങ്ങൾ കൂടിയൊക്കെ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്നാണെങ്കിലും കേരളത്തിൽ ഇതുവരെ ഈ അടുത്തിടെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ലഹരി വേട്ട തന്നെയാണ് പാലക്കാട് ഇന്ന് നടന്നിരിക്കുന്നത്. ഇത് ലഹരി ഒഴുക്കുന്നവരുടെ കേന്ദ്രങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്താനുള്ള വഴി തുറക്കുമെന്നതിനും നമുക്ക് കണക്കാക്കാൻ. സജിത്ത്. യെസ് അനുമോദ്, എന്തായാലും നമുക്ക് SP-യുടെ വാർത്താ സമ്മേളനം വരെ കാക്കാം. കാരണം സംസ്ഥാനത്ത് നടക്കുന്ന ലഹരി വേട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇത് മാറുകയാണ്. കാരണം 1 കിലോയോളം MDMA ആണ് പിടിച്ചിരുന്നത്. മില്ലിഗ്രാമിന് പോലും വലിയ വില കൊടുത്ത് വാങ്ങുന്ന MDMA 1 കിലോയോളം പിടിച്ചാൽ ഇത് എവിടേക്കാണ് കൊണ്ടുവന്നത്? ഇതിൻ്റെ സോഴ്സ് എന്തായിരുന്നു? ഇത് എവിടെ വിതരണം ചെയ്യാനായിരുന്നു? സംസ്ഥാനത്ത് ഏതെങ്കിലും ലഹരി പാർട്ടികൾ ഓണക്കാലത്ത് സജീവമാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് കേന്ദ്രീകരിച്ച് നടക്കാൻ പോകുന്ന നീക്കം, അങ്ങനെ വളരെ വിപുലമായ ഒരു റെയ്ഡിലേക്ക് എക്സൈസ് പോലീസ് സംഘം തയ്യാറെടുക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.